എപ്പിസോഡ് 71. ഇന്നത്തെ ദിവസം അനുമോള് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്, അതായത് കംപ്ലീറ്റ് എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അനുമോളിന് ഇനി ആ വീട്ടിൽ തുടരാനുള്ള ചാൻസസ് വരെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. അതായത് നെവിൻ ഇന്നലെ പച്ചയ്ക്ക് പറഞ്ഞു അനുമോളെ നിനക്ക് 60,000 രൂപയാണ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ 60 ലക്ഷം. അപ്പം നീ 16 ലക്ഷം PR കൊടുത്താലും തരക്കേടില്ലാത്തൊരു ഡീൽ ഒപ്പിച്ചിട്ടാണ് നീ വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ ഉണ്ടാക്കുക, നിന്നെ സപ്പോർട്ട് ചെയ്ത് കാണിക്കുക, നിന്നെ പൊക്കിയടിക്കുക, അതൊക്കെയാണല്ലോ ഇപ്പം പുറം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നീ അതൊക്കെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ അറിഞ്ഞു എന്ന് നെവിൻ പരസ്യമാക്കിയിരിക്കുകയാണ്, ലോകത്തോട് പരസ്യമാക്കിയിരിക്കുകയാണ് ആ കാര്യം. ആദ്യമൊന്നും ഈ നെവിൻ്റെ കളിയും കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം ആ ഒരു രീതിയിലായിരുന്നു നെവിൻ്റെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റം അത് ഇത് എന്നൊക്കെ. പക്ഷേ പെട്ടെന്നാണ് നെവിൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ മാറിയത്. അതായത് ഒരു ഗെയിമർ ഒളിഞ്ഞിരിപ്പുണ്ടോ നെവിൻ്റെ ഉള്ളിൽ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിലായി നെവിൻ്റെ അപ്രതീക്ഷിതമായ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് നെവിൻ ഇന്ന് ചുവട് മാറ്റിയത്. അതായത് അനുമോളെ തകർത്ത് തരിപ്പണാക്കി എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനുമോളിന് അതിൻ്റെ വലിയ കൂസലും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. PR-ഉം കൂവാറൊക്കെ ഉണ്ടെങ്കിലും പുറത്തുള്ള തൻ്റെ സപ്പോർട്ട് ഒട്ടും കുറയുന്നില്ല എന്നാണ് അനുമോൾ പറയുന്നത്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ്, എത്ര വയസ്സുള്ള ഫാമിലി ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിലും അവരാദ്യം ചോദിക്കുന്നത് അനുമോൾ ജയിക്കുമോ എന്നുള്ള കാര്യമാണ്. അതാണ് അനുമോൾക്ക് പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ പേരൊന്നും ബാക്കി ഒരു എന്താ പറയുക, നമ്മൾ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ അടുത്തും കാര്യങ്ങളുടെ അടുത്തൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാവും. അനുമോളെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ടും അറിയുന്നത്. ആ ഒരു സപ്പോർട്ട് എങ്ങനെ കയറി വന്നു എന്നുള്ള കാര്യം സംശയകരമാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങളുടെ ഒരു പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വെറും 29 ദിവസമേ ഉള്ളൂ. അതുപോലെ ഇന്ന് വളരെ ടെൻസ്ഡായിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പുറത്ത് വലിയ സപ്പോർട്ടും സൂപ്പർ സ്റ്റാർ പദവി നേടിക്കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു മണ്ടനുണ്ട്, ഷാനവാസ് ഒരു മണ്ടനായിട്ട് മാത്രമാണ് പുറത്ത് ആൾക്കാർ കൺസിഡർ ചെയ്യുന്നത്. അതായത് ടാസ്ക് കളിക്കാൻ അറിയാത്ത, എന്ത് ടാസ്കും ചളമാക്കുന്ന, വിഡ്ഢിത്തരങ്ങൾ പറയുന്ന ഒരു അമ്മാവൻ ഷാനവാസ്. ലക്ഷ്മിയുടെ അടുത്ത് 2 വാക്ക് പറഞ്ഞപ്പോൾ മാത്രം ഒരു സപ്പോർട്ടീവായി തോന്നി. പക്ഷേ വീണ്ടും അമ്മാവൻ കാറ്റഗറിയിലോട്ടേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഷാനുവാസ്. അപ്പോൾ ഇന്ന് അനീഷിൻ്റെ അടുത്ത് തൻ്റെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തിരിക്കുകയാണ് എന്നാണ് ഷാനവാസ് പറയുന്നത്. കാരണം ഷാനവാസ് ഒരു മെയിൽ ഷോവിനിസ്റ്റ് എന്ന് ആദിലയും നൂറയും വീണ്ടും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ടെൻസ്ഡാണ് നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൻ്റെ പുറത്തുള്ള ഇമേജ്, താൻ കപ്പുയർത്തുന്നത് സ്വപ്നം കണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ ഷാനു ഉറങ്ങി എണീക്കുന്നത്. അപ്പോൾ അതല്ലാതെ വേറൊരു കാര്യം ഷാനവാസിന് ഇപ്പം ചിന്തയില്ല. അപ്പോൾ തൻ്റെ വളരെ വലിയ സപ്പോർട്ട്, കപ്പുയർത്താനുള്ള സപ്പോർട്ട് ആദിലയും നൂറയും തകർത്തു എന്നാണ് ഷാനവാസിന് പറയാനുള്ളത്. പക്ഷേ യഥാർത്ഥമായ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 ആഴ്ചയും കൂടി ഷാനവാസ് തുടരുമോ എന്നുള്ള കാര്യം വരെ നമുക്ക് സംശയമാണ്. കാരണം ടോപ്പ് 3 ഷാനവാസ് എന്തായാലും ഉണ്ടാവില്ല. അത് നമ്മുടെ അനീഷും അനുമോളും നൂറയും ആവാനാണ് സാധ്യത.